ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട ന്യൂസിലേക്ക് തന്നെ പോവാം. ഒന്ന് ട്രംപിൻ്റെ സൈഡിൽ നിന്നുള്ള വന്ന ഒരു ന്യൂസാണ് പ്രധാനമായിട്ട് പറയുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏകദേശം 20-25 താരിഫ്. നമുക്ക് താരിഫ് 25 ഇതിപ്പോൾ ഞാനിത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് താരിഫ് 2025 അല്ല ഇഷ്യൂ. ഇത് ബേസ് ലൈനാണെന്നാണ് പറയുന്നത്. ഇത് ബേസ് ലൈൻ. അപ്പോൾ ബേസ് ലൈനിൽ 15 തൊട്ട് 20 വരും. അപ്പോൾ പലതും അതിൻ്റെ വേറെ പല സെക്ടറിൽ പല ന്യൂസുകൾ മാറിയും വരാം. ഇതൊരു നമുക്ക് റിസ്ക് ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് തോന്നുന്നുണ്ട്. ഇതൊരു റിസ്ക്കാണ്. പിന്നെ ഈ ന്യൂസ് 2 ദിവസം മുമ്പ് പറഞ്ഞതും ഒരു റിസ്ക്കാണ്. ഓക്കെ, ഒന്ന് ചലഞ്ച് ചെയ്യാണ് ഇന്ത്യയായിട്ട്. പക്ഷേ ഇനി നിങ്ങൾക്കറിയാലോ നമ്മളൊരു സിസ്റ്റം അങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിന് ഇത് റിസ്ക് ഉണ്ടെന്ന് പറയാനാണ് വന്നത്. ഇങ്ങനത്തെ ന്യൂസുകൾ മാർക്കറ്റിനെ അല്പസ്വല്പം നെഗറ്റീവ് ട്രെൻഡിലാക്കും. അടുത്തത് ഫെഡിൻ്റെ റേറ്റ് കട്ടാണ്. അപ്പോൾ ഫെഡിൻ്റെ റേറ്റ് കട്ട് വരാനുള്ള ചാൻസ് ഇല്ല എന്നാണ് വരുന്നത്. പക്ഷേ ആളുടെ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ആളുടെ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ് ന്യൂസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ് ന്യൂസായിട്ട് രാത്രി 2 മണിക്കുള്ളിൽ വരുന്ന ഈ ന്യൂസ് നമ്മളെ മാർക്കറ്റിൽ നാളെയാണ് അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആവുന്നുള്ളൂ. പക്ഷേ എങ്കിൽ തന്നെ മാർക്കറ്റിന് ഇതൊരു ടെൻഷൻ ഉള്ള സമയം തന്നെയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാർഡ് കാണി. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും കണ്ടിന്യൂസ് സെല്ലിങ്ങിലാണ്. വളരെ ക്ലിയറായിട്ട് ഏകദേശം 4600 കോടി സെല്ല് ചെയ്തിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റിൽ ഒരു 6146. ഇത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ വന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് അപ്പായി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ ന്യൂട്രലായിട്ടുള്ളൂ. കാരണം മാർക്കറ്റിലൊരു ഗുഡ് ന്യൂസ് വരുന്നില്ലെങ്കിൽ, മാർക്കറ്റ് അപ്പാക്കി നിർത്തിയില്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ ഇഷ്യൂസുകൾ ഗവൺമെൻറ്റിനെ അറിയാം. എനിക്ക് തോന്നുന്നു ആ സൈഡിൽ നിന്നൊരു പ്രഷർ വരുന്നുണ്ടാവുകയായിരിക്കാം. നമ്മളിതൊക്കെ ഒരു നോർമൽ ലെവലിലേ സംസാരിക്കാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങളിലൊക്കെ. കാരണം ഇത് കുറച്ച് ഒരു ചില പ്രഷർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. LIC അങ്ങനെ പല കമ്പനികളെ കൊണ്ട് പൊസിഷൻ എടുപ്പിച്ചിട്ട് മാർക്കറ്റിനെ റിക്കവർ ചെയ്യിക്കാൻ ശ്രമിക്കും. അടുത്ത റുപ്പിയാണ്. റുപ്പി മോശമാകുന്നതാണ്. US ഡോളർ അഗൈൻസ്റ്റ് നമ്മളെടുത്ത് നോക്കിയാൽ US ഡോളറിന് അഗൈൻസ്റ്റ് ഇപ്പോൾ 87.05. 87 കട്ട് ചെയ്തു. ഇത് ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ഭയങ്കര നെഗറ്റീവാണ് നമുക്ക്. കാരണം ട്രംപിൻ്റെ താരിഫ് വരുന്നു, അങ്ങനെയുള്ള കാര്യം നിൽക്കുക, ക്രൂഡ് ഓയിലിൻ്റെ വില കയറുന്നു എന്നുള്ളത് കൊണ്ടും നെഗറ്റീവാണ് 87 ആകുന്നത്. അമേരിക്ക ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ എല്ലാം ജസ്റ്റ് പ്ലസ് ട്രെൻഡിലാണ് എന്നുള്ളത് പോസിറ്റീവാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ US ഒരു 30 പോയിൻ്റ് US 30 ഒക്കെ ഒരു ജസ്റ്റ് പ്ലസ്സിലാണെന്നുള്ളത് മാത്രമാണ് ഒരു പോസിറ്റീവ്. ഇൻഫോസിസിൻ്റെ ADR പ്ലസ്സാണ്. അതുപോലെ വിബ്രോൻ്റെ ADR പ്ലസ്സാണ്. അപ്പോൾ അത് രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിനെ. ICICI ഇന്നലെ നിങ്ങൾക്ക് അറിയുന്ന ICICI ഇന്നലെയും ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇന്നും ADR ഡൗൺ ആണ്, സപ്പോർട്ട് കിട്ടുന്നില്ല. HDFC ADR പ്ലസ്സിലാണ്. അത് നമുക്ക് മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഡോക്ടർ റെഡ്ഡി പ്ലസ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ടോട്ടലി നമുക്ക് ADR ബേസിൽ നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നെ മാർക്കറ്റിൽ ഇന്നലത്തെ ക്ലോസിങ്ങും പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഓപ്പണിങ് വരേണ്ടതാണ്. പക്ഷേ വീണ്ടും ഞാൻ ബാക്കോട്ട് വരികയാണ്. ട്രംപിൻ്റെ ഈ ന്യൂസാണ് ഗിഫ്റ്റ് നിഫ്റ്റിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അടുത്ത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം 42 പോയിൻ്റ് ഡൗൺ ആണ്. 42 പോയിൻ്റ് ഡൗൺ. എന്തായാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല. ട്രംപിൻ്റെ ഈ ന്യൂസ് തന്നെയാണ് നെഗറ്റീവ് ആക്കുന്നത്. കാരണം താരിഫ് 25ലേക്ക് വരികയാണെങ്കിൽ അത് നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഈ 2 ദിവസം റിസ്ക് മാർക്കറ്റിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സെല്ലിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത നിഫ്റ്റിയുടെ റേഞ്ചുകളാണ്. അപ്പോൾ നിഫ്റ്റിയുടെ റേഞ്ചുകൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇവിടെ പറയണമെന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ, ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ മനസ്സിലാക്കുക. ഓപ്ഷൻ ട്രേഡിങ്, ഓപ്ഷൻ്റെ പ്രീമിയം വർക്കൗട്ട് ആവുന്നത് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചറല്ലേ നോക്കേണ്ടത്, അല്ലാണ്ട് നിഫ്റ്റിയുടെ ഓപ്ഷനും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. നിഫ്റ്റി ഓപ്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുക. പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെക്ഷൻ നിഫ്റ്റി ഫ്യൂച്ചറാണ്. അപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ റേഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പൊസിഷൻ കട്ട് ചെയ്യാനും സ്റ്റോപ്പ് ലോസ് ഇടാനും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ AI ആണ്. AI വഴിയാണ് ഈ ട്രേഡിങ് പല കമ്പനികളിലും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ചെയ്യാനും അത് ബൈ ചെയ്യാനും AI സോഫ്റ്റ്വെയറിന് പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മളും അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇതിൽ കൃത്യമായിട്ട് നോക്കിയിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഓരോ റേഞ്ചുകൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷൻ്റെ പൊസിഷൻ
പൊസിഷനും കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര ലോസിൻ്റെ പ്രശ്നങ്ങൾ ക്ലയൻസിന് വരാനുള്ള സാധ്യതയില്ല. എന്നാൽ ലിമിറ്റഡ് ഏരിയയിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ക്ലയൻറ്റിന് 70% നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.